വടകര കരിമ്പനപ്പാലമുള്ള റോഡാണിത്. റോഡവിട മക്കളെ തോടവിട മക്കളെ എന്നാരോ ചോദിച്ചിന്, ബാക്കി ഞാൻ പാടുന്നില്ല. അപ്പം ഇതാണ് നമ്മളെ കരിമ്പനപ്പാല റോഡ്. ഇത് മഴ പെയ്തുകൊണ്ടൊന്നല്ല, എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. ഇനി മഴ പെയ്തിട്ട് താറ് പൊളിഞ്ഞു പോയി ഒന്നും പറയാൻ നോക്കണ്ട. താറ് ചെയ്തിട്ടില്ല. ഉള്ളിടത്ത് കുറച്ച് കോറി വേസ്റ്റ് അടിച്ച് അതിൻ്റെ മുകളിലൂടെ അങ്ങട്. പാകാട് പണ്ട് നമ്മളെ വടകരക്കാരുടെ ശത്രുവായിരുന്നു, മുജ്ജന്മ ശത്രു. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡൊക്കെ 888 എഴുതി ശീലമുള്ളവർക്ക് ബൈക്കും കൊണ്ട് റോഡിലൂടെ പോകാൻ പറ്റുള്ളൂ. അതേപോലെ എല്ലാം ഡബിൾ എഴുതി ശീലമുള്ളവർക്ക് കാറുകാർക്കും ഓട്ടോറിക്ഷക്കാർക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ തന്നെ ഭയങ്കര ദുരന്തപരമായ, ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു ആശ്വാസമാണ്. കൊണ്ടിനൊക്കെ ഒരു മയമുണ്ട്, മറ്റേതൊരു മയമില്ലാതെ കൊണ്ടാണ്. ഇനി അടുത്തത് നമുക്ക് അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം. ഗെയിം കളിക്കുമ്പോൾ കളിക്കണം. നമ്മളെ മൊബൈലിൽ കാർ റേസിങ്, ബൈക്ക് റേസിങ് ഗെയിം ഉണ്ടല്ലോ, അതേപോലെ കട്ട് ചെയ്ത് അങ്ങനെ പോകണം. അപ്പോൾ ആ ബേക്കിലുള്ള വണ്ടി എപ്പോഴും മുന്നിലുള്ള വണ്ടി ഒരു കട്ട് ചെയ്യും എന്ന പ്രതീക്ഷയിൽ വേണം ഡ്രൈവ് ചെയ്യാൻ. കാരണം കണ്ട കട്ട് ചെയ്തില്ല, കൊണ്ടിലാണ് വേണം. ബൈക്കുകാരനാണെങ്കിൽ ചാവും, കാറുകാരനാണെങ്കിൽ അവൻ്റെ ടയർ പൊട്ടും. അപ്പം നമ്മളെപ്പോഴും മുന്നിലുള്ള വണ്ടി ഏതു സമയവും കട്ട് ചെയ്യും എന്ന ഒരു മെൻറ്റാലിറ്റിയിൽ വേണം ഡ്രൈവ് ചെയ്യാൻ. ഓക്കെ, ഇന്ന് നമ്മളെ ക്ലാസ് ദേശീയപാതയിൽ വടകര മുതൽ വെങ്ങളം വരെ എങ്ങനെ സേഫായി ഡ്രൈവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ മുന്നിലൊരു കാറ് കണ്ടില്ലേ, ആ കാറുകാരൻ്റെ ഒരു ഡിസ്റ്റൻസ് വെച്ച് നമ്മൾ പിടിക്കുക. പിന്നെ ബൈക്കുകാരനാണെങ്കിൽ അവൻ്റെ ടയറിൻ്റെ ഭാഗം, അവൻ്റെ ടയറുണ്ടല്ലോ, ആ ടയറിൻ്റെ ഭാഗത്ത് കറക്റ്റ് പിടിക്കുക. അവൻ്റെ നടുവിലൊരു കാരണവശാലും പിടിക്കാൻ പാടില്ല, കാരണം അവന് നടുവിൽ കൊണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ അവൻ്റെ ടയറിന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടില്ലാതെ രക്ഷപ്പെടാൻ പറ്റും. ഇനിയിപ്പം അവൻ കൊണ്ടിൽ വീണാൽ നമുക്ക് മനസ്സിലാവും അവൻ്റെ ടയർ കൊണ്ടിൽ വീണാൽ അത് കൊണ്ടുണ്ട്. ബൈക്കുകാർ അങ്ങനെ ഡ്രൈവ് ചെയ്യണം. പിന്നെ കാറുകാർ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കട്ടിങ് പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ച് ഈ ഓട്ടോറിക്ഷ, ബൈക്ക്, അവന് കൊണ്ടുണ്ടാകുമ്പോൾ റോഡ് കട്ട് ചെയ്യും. അപ്പോൾ മുന്നിലുള്ള ബൈക്കുകാരനോ ഓട്ടോറിക്ഷക്കാരനോ ഏതെങ്കിലും വണ്ടിയുണ്ട്, അവൻ ഏത് സമയവും കട്ട് ചെയ്യും എന്ന ഒരു മനോഭാവത്തോടു കൂടി വേണം നമ്മൾ ഡ്രൈവ് ചെയ്യാൻ. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ബൈക്കുകാരനാണെങ്കിലും ഓട്ടോറിക്ഷക്കാരനാണെങ്കിൽ വലിയ കൊണ്ടൊക്കെ കട്ട് ചെയ്തില്ലേ അവൻ കുണ്ടിൽ വീണമായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം കുഞ്ഞിപ്പള്ളിയിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കുണ്ടിൽ വീണ് മരണപ്പെട്ട് നമ്മൾ കണ്ടില്ല കഴിഞ്ഞ മാസം. അതേപോലെ മരണപ്പെടും. ബൈക്കുകാരനും അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ കാറുകാർ അത്തരത്തിൽ പ്രതീക്ഷിക്കാം. പിന്നെ അതേപോലെ ബസ്സുകാർ ബ്ലോക്ക് കാരണം അവൻ്റെ ട്രിപ്പ് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവനേത് ട്രാക്കിലും പോവും. അതും നമ്മൾ ശ്രദ്ധിക്കണം. അവനെ പറമ്പിലൂടെ വരെ കാര്യം പോകും. കാരണം അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നിലവിലെ റോഡിൽ അവന് ട്രിപ്പ് മുടങ്ങി. കാരണം 3-4 മാസമൊക്കെ കൂടുമ്പോൾ അവന് ടാക്സ് കൊടുക്കണം. ആ ടാക്സും അവൻ്റെ പിന്നെ ജോലിക്കാരുടെ ശമ്പളവും അതും കഴിഞ്ഞ് ഡ്രൈവർക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രൈവറുടെ പൈസയും ജോലിക്കാരുടെ പൈസയും അതും കഴിഞ്ഞ് മുതലാളിക്ക് മാസത്തിലൊരു ഡെയിലി ഒരു 2000 റുപ്യെങ്കിലൊക്കെ മാറ്റി വെക്കണമെങ്കിൽ അവൻ മരണ ഓട്ടോ ഓടിയ കാര്യമുള്ളൂ. എല്ലാവരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സർക്കാർ താൽക്കാലികം നമ്മൾ റോഡിൻ്റെ പണി കഴിയുന്നത് വരെ റോഡിലെ കുണ്ടും കുഴിയും ബസ്സിനൊക്കെ എന്തോരം മെയിൻ്റെനൻസ് വരുന്നറിയാം. ഈ കുണ്ടും കുഴി ചാടി അപ്പോൾ റോഡിൻ്റെ വർക്ക് കഴിയുന്നത് വരെ അവരുടെ ടാക്സിലൊക്കെ ഒരു പരിഗണന, ടാക്സൊക്കെ ഒന്ന് കുറച്ച്, ഇല്ല ടാക്സ് അതുവരെ ഒന്ന് കട്ട് ചെയ്ത് ഇല്ലാതാക്കി, ടാക്സ് ഒന്നും നിങ്ങളിപ്പോൾ തൽക്കാലം എങ്ങനെ 3-4 മാസം കൂടുമ്പോൾ അടയ്ക്കേണ്ടതില്ല, റോഡിൻ്റെ പണി കഴിഞ്ഞിട്ട് അടച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവന് 2 ട്രിപ്പ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല.
അത് ടാക്സ് കറക്റ്റ് കൊടുക്കും, റോഡ് ടാക്സും എല്ലാ ടാക്സും കൊടുക്കുകയും വേണം. എന്നാൽ റോഡിലല്ല തോട്ടിലൂടെ യാത്ര ചെയ്യുകയും വേണം എന്ന് പറയുമ്പോൾ മരണപ്പാച്ചമായും നമ്മളെ റോഡിലുള്ള മറ്റു വാഹനങ്ങളുടെ, അതേപോലെ യാത്രക്കാരുടെ, കാൽനട യാത്രക്കാരെ, ബസ്സിലുള്ള യാത്രക്കാരെ, എല്ലാ ആളുകളെയും ജീവൻ ഭീഷണിയാവും. അപ്പോൾ അതാണ് കാര്യം. അധികം നമ്മൾ തള്ളുന്നില്ല. ഇപ്പോൾ നല്ല റോഡാണ് ഈ റോഡ്. നമ്മൾ SP ഓഫീസ് മുതൽ മൂരാട് പാലം മാത്രമേ അതുവരെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. യാത്രക്കാരോട് പറയാനുള്ളത്, ഇത് കണ്ടിട്ട് നിങ്ങൾ ആവേശഭരിതമായിട്ട് എന്നാൽ പിന്നെ ഇത് തന്നെയായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നത് തെറ്റിദ്ധരിക്കരുത്. അടുത്ത കുണ്ട് കണ്ടങ്ങൾ, ഈ കുണ്ടിലൊക്കെ രാത്രി വീണാൽ പിന്നെ മണ്ണിട്ട് മൂടിയാൽ മതി. ബൈക്കുകാരൻ വീണാൽ അതേ ആവശ്യമുള്ളൂ. റോഡെവിടെ മക്കൾ? എന്താ ഇതൊക്കെയാണ് കുണ്ട്, ഈ സർവീസ് റോഡ്. ഇവരെ കഷ്ടം എന്താ പറയുക, കഴിഞ്ഞ വർഷവും ഇതിപ്പം നമ്മളെ കുണ്ടിൻ്റെ 4ാം വാർഷികം തോന്നാം. ദേശീയപാതയിലെ കുണ്ടുകളുടെ 4ാം വാർഷികം, 5ാം വാർഷികമായിട്ട് ഇപ്പം വാഗാട് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇവിടെ കൊണ്ടായിരുന്നു വെള്ളമായിരുന്നു, അതിൻ്റെ മുന്നിലത്തെ വർഷം ഇവിടെ കൊണ്ടായിരുന്നു വെള്ളമായിരുന്നു, അതിൻ്റെ മുന്നിലത്തെ വർഷം ഇവിടെ മരണക്കൊണ്ടായിരുന്നു വെള്ളമായിരുന്നു. ഒരു മാറ്റം വേണ്ടടേ, ഒരു ശവം പോണു എന്നർത്ഥം. അതാണ് വാഗാട്. ഒരു മാറ്റവും. കുട്ടികൾ ക്യാമറക്കൊരു ഹായ് പറയും. ഇതേപോലൊക്കെ കൊണ്ടും ഇതുമല്ല ഇതിൻ്റെ അപ്പുറവും കടന്നവനാണ് ഈ KK ജോസ് എന്ന് പറഞ്ഞതുപോലെ വേണം നമ്മളെ യാത്ര ചെയ്യാൻ. ഇതൊക്കെ കണ്ടിട്ട് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വാഗാടിനോടല്ല തോന്നുന്നത്, നമ്മളെ ജനങ്ങളോട്. വാഗാടിനെ ഇതൊന്നും കണ്ടിട്ട് വാഗാടിൻ്റെ വാഹനങ്ങളെ തടഞ്ഞു വെക്കാനോ, വാഗാടിനെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഘോരാവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കാനുള്ള വിശാല മനസ്കത ഉണ്ടല്ലോ, അതിനാണ് സത്യത്തിൽ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ, നമ്മളെ കേരളത്തിൽ കൊടുക്കുകയാണെങ്കിൽ, അത് നമ്മളെ വെങ്ങള റീച്ചിലുള്ള വാഗാടിൻ്റെ അദാനീൻ്റെ വർക്കെടുക്കുന്ന ഹൈവേയിലോട് യാത്ര ചെയ്യുന്ന, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താമസിക്കുന്ന ആളുകൾക്ക് വേണം സമാധാനത്തിനുള്ള നോബൽ സമ്മാനമോ അല്ല ക്ഷമക്കുള്ള നോബൽ സമ്മാനം കൊടുക്കേണ്ടത്. കാരണം ഇത്രയും ദുരന്തം, ഏകദേശം 25ഓളം ആളുകൾ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ടും ഒരു പ്രതികരണവും ഇല്ലാതെ നിൽപ്പുണ്ടല്ലോ. അതിൻ്റെ സമ്മാനം വേറെ തന്നെയാണ്. അത് നോബൽ സമ്മാനം കൊടുത്താൽ പോരാന്ന് ഗിന്നസ് ബുക്കിലാരും പേര് കൊടുക്കേണ്ടത്. അടുത്ത നമ്മുടെ പയ്യോളി എന്ന് പറയുന്ന മഹാപട്ടണം. ആ മഹാപട്ടണത്തിലെ ഒരു ഓഫ് റോഡ് അപാരത. പയ്യോളിയെ പറ്റി അറിയാവുന്നവർക്കറിയാം, പയ്യോളി എല്ലാ കാലത്തും കഴിഞ്ഞ 5 വർഷമായി വെള്ളത്തിനടിയിലാണ്. അതിൻ്റെ വാർഷികം, 4ാം വാർഷികം, 5ാം വാർഷികം ഇപ്പോൾ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രം മാറ്റം വന്നു വെച്ചാൽ ഈ ഭാഗത്ത് ചെറിയൊരു വെള്ളക്കെട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെ പേരാമ്പ്ര കൊളായിപ്പാലം പോകുന്ന ആ ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ വെള്ളക്കെട്ടിന് പകരം കുറേ കുണ്ടുകൾ, നേരത്തെ കുണ്ടുകളും വെള്ളക്കെട്ടുമായിരുന്നു. അതിൽ നിന്ന് കുണ്ട് മാറി സൈഡിലോട്ടായിട്ടുണ്ട്. നേരത്തെ സെൻറ്ററിലുള്ളത് കുറച്ച് സൈഡിലോട്ടായിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ വാഗാടാണ് നമ്മളെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടത്. കാരണം ആളുകൾ എങ്ങനെ ഡ്രൈവ് ചെയ്യാമെന്ന് വാഗാട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ട് എഴുതി, 8 എഴുതി, 88 എഴുതി, W എഴുതി, H എഴുതി, L എഴുതി, ഇക്ഷാന്ന് വരെ വാഗാട് എഴുതിക്കും. ഇക്ഷ, ഇണ്ണ, ഇറ, ഇട്ട, ക.
നോ മോനെ, ഇനി നിന്നെയും കൊണ്ടുപോകുമ്പോൾ ഞാനെങ്ങാനും ഒരു കുട്ടി വണ്ടിക്ക് കൈകാട്ടെ, അവനെയും കൊണ്ടുപോകുമ്പോൾ നമ്മൾ കൊണ്ടിൽ വീണാൽ നമ്മളെ ചിലവും അവൻ്റെ ചിലവും എല്ലാം കൂടി എടുക്കേണ്ടി വരുന്ന തന്നെ വലിയ ടാസ്ക്കാണ്. എന്തിനാ വെറുതെ ഇത്തരം റിസ്ക് റോഡുകളിൽ ആളുകളെ പ്രത്യേകിച്ച് ഹെൽമെറ്റ് ഇടാതെ, ഞാൻ സത്യം പറയാം ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടിയിൽ ആരെയും കയറ്റാറില്ല. പ്രത്യേകിച്ച് നമ്മളെ ഈ വടകര പയ്യോളി റൂട്ടിൽ ഏത് കൊണ്ടില്ല എപ്പോഴാണ് വീഴാന്ന് പറയാൻ പറ്റില്ല. അപ്പം അവൻ നമ്മളൊരു 10 റുപ്യൻ്റെ ഉപകാരം ചെയ്താൽ ലാസ്റ്റ് അവനതൊരു ഉപദ്രവമായി മാറും. മോനെ, ഇതുമല്ല ഇതിൻ്റെ അപ്പുറവും കടന്നവനാണ്. ഇതാണ് സർവീസ് റോഡ്. ഇതിലെ പോയാൽ സർവീസ് ചെയ്യേണ്ടി വരും എന്നതാണ് ഇതുകൊണ്ട് വാഗാട് ഉദ്ദേശിക്കുന്നത്. സർവീസ് ചെയ്യാൻ ഷോറൂമിലോ എവിടെയെങ്കിലുമൊക്കെ കയറ്റേണ്ടി വരും. വാഗാടിനൊക്കെ തെങ്ങ് കെട്ടിയടിക്കണം, വാഗാടിനെയും അദാനിയെ. ഇന്ന് നമ്മളെ ബസ് സമരമാണ്. ബസ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെ ലിമിറ്റഡ് ബസ്സുകൾ മാത്രം, KSRTC സർക്കാർ ബസ്സുകൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. പയ്യോളിയിൽ നിന്നുള്ള കാഴ്ചയാണ്. ഇവിടെയൊക്കെ സ്ലാബ് പൊട്ടി, അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു കുറവാണല്ലോ സ്ലാബ് പൊട്ടാതിരിക്കാതെ. അടുത്തത് നമ്മളെ പെരുമാളുപുരം സ്കൂളിൻ്റെ ഈ ഭാഗത്താണ്. കഴിഞ്ഞ തവണ ഇവിടെ വെള്ളക്കെട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം വാഗാട് കുറേ കോറി വേസ്റ്റ് അടിച്ച് ആ വെള്ളക്കെട്ടിലൂടെ നീന്തി കയറി പെട്രോൾ പമ്പൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. ഇപ്പം ഇവിടെ കോറി വേസ്റ്റ് അടിച്ച് ഒരു ഓഫ് റോഡ് അപാരതയ്ക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ കിടക്കുന്ന ഈ ഒരു അണ്ടർ പാസേജൊക്കെ ഈ കഴിഞ്ഞ വർഷം വെള്ളക്കെട്ടിന് അടിയിലാകുമ്പോൾ ഈ വർഷമാകുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് മണ്ണൊക്കെ അടിച്ച് ഇതിൻ്റെ മുകളിലൂടെ ടാർ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഈ ഭാഗം മാത്രം അപ്പുറത്തേക്ക് പാസ് ചെയ്യാനുള്ള ഒരു സംവിധാനം. അങ്ങനെയല്ല, ഒരു തവണ നമ്മൾ 1, 2, 3 വർഷം എവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളമായിരുന്നു കഴിഞ്ഞ ദിവസം. ഇതിപ്പോൾ മോട്ടർ വെച്ച് പറ്റിച്ചാറ്റ 2, 3 വർഷമൊക്കെ നമ്മൾ വെള്ളത്തിനടിയിലായാലും അടുത്ത വർഷം അവിടെ വെള്ളത്തിനടിയിലാവും. അപ്പോൾ അതിൻ്റെ മുന്നേ എന്തൊക്കെ പ്രിക്കോഷൻസ്, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ, അത് അദാനിക്കും വാഗാടിനും ഇല്ല. അതവർ ചെയ്യൂല, നാട്ടുകാരതിനെപ്പറ്റി പറയൂല. ഇനി നമ്മൾ മലയാളം ഒഴിവാക്കിയിട്ട് ഹിന്ദിയിലേക്ക് വീഡിയോ ചെയ്യേണ്ടി വരുമോ? എന്നാൽ ഇവന്മാർക്ക് മനസ്സിലാവുള്ളൂ. എന്നാലും ഇവന്മാർക്ക് മനസ്സിലാവില്ല. ഇതാണ് ഇവരെ അവസ്ഥ. അടുത്തതായി നമ്മളെ റോഡിലെ കുണ്ട് കാരണം, വെള്ളക്കെട്ട് കാരണം റോഡ് നമ്മൾ 6 വരിയിലോട്ടേക്ക് ഡൈവേർട്ട് ചെയ്ത വാഗാടിൻ്റെ വിശാല മനസ്കഥ. എന്നാ പൊടിവാറ്റുന്ന യന്ത്രം. വാഗാട് കോറി വേസ്റ്റ് അടിച്ചിട്ട് അതിൻ്റെ പൊടി എവിടത്തോളെന്നറിയാം, ആ നന്നാക്കിൽ വരെത്തും. കൊണ്ടിലടിച്ച കോറി വേസ്റ്റ് വാഹനങ്ങളിങ്ങനെ ഉരുട്ടി ലോകം മൊത്തം അത് സ്പ്രെഡാകും അല്ലേ, ആക്കും ഞങ്ങൾ. അപ്പോൾ നമ്മൾ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. ഇതൊക്കെ പഴയ ദേശീയമാണ്. ഓക്കെ, ഇതൊക്കെ ഇതിനെ കൊണ്ടൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതൊക്കെ വാഗാടിൻ്റെതല്ല. ഇവിടെ ഒന്നും ഹൈവേയുടെ വർക്ക് നടക്കാൻ പോകുന്ന പ്രദേശമല്ല. വാഗാടിനോ അദാനിക്കോ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ഒക്കെ നമ്മൾ PWCക്കോ അവരതാണ് ഉത്തരവാദിത്വം എന്ന് പറയാം.
കാരണം ഇതിലല്ലല്ലോ പുതിയ ദേശീയപാത കടന്നു വന്നത്. അപ്പോൾ ഇവിടെ ടാർ ചെയ്യാന്നത് അവരെ കോൺട്രാക്റ്റ് പെട്ടതുമല്ല. അവരെ കോൺട്രാക്റ്റ് പെട്ടെന്നെങ്കിൽ ഇവിടെ നല്ല മെട്രോപോളിസിറ്റി ആക്കുമായിരുന്നു അവർ. അതിനുള്ള ഭാഗ്യം നമുക്കില്ലാതെ പോയി.